എല്ലാവരും സന്തോഷത്തിന്റെ ഒരു അവസരമാണ്. ഒപ്പം തന്നെ പിരിയാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. ആദ്യത്തെ കാലത്തൊക്കെ ഞാൻ ഇവരെ ഭയങ്കര പഠിപ്പിച്ചായിട്ടുണ്ട്. വീഡിയോയുടെ ഇൻട്രോയും തമിഴിലും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇതൊരു ഫെയർവെല്ലിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ ലാസ്റ്റത്തെ സ്കൂൾ ലൈഫിൻ്റെ കുറേ ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട് അവസാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫെയർവെല്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എന്നോട് റെഡി ആവാനുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ നേരത്തെ വന്ന് റെഡി ആവാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സെയിം സാരി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാനൊക്കെ പോയി നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൾ ഇവിടെ വന്നിട്ടുണ്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് സാരി എടുക്കണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് 9 മണിക്ക് അങ്ങ് പോകണം കേട്ടോ. അതാണ് ഞങ്ങ പോണ്. ബൈ ബൈ. ഉലിഞ്ഞോ കേട്ടോട്ടാ ഉലിഞ്ഞോരുത്. എന്ത് പറയാനാ കൈസ്, ഒരുത്തിക്കാണെന്നുണ്ടെങ്കിൽ സാരി ഇട്ട് മരിക്കും നടക്കാനൊന്നും പറ്റുള്ള ലെവലാണെന്നൊരു പാവാട് ഇട്ട് അതിനോട് പാൻറ് ഇട്ടിട്ടെന്ന് പറഞ്ഞു പാൻറ് വരാൻ പറഞ്ഞതെന്നും പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം വരുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അൺകംഫർട്ടബിൾ മാതിരി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ കൈസ്, സാരി എടുക്കും അങ്ങനെയൊക്കെയല്ലേ. അങ്ങനെ ഞങ്ങൾ 9 മണിക്ക് ഇപ്പോൾ നേരെ പോകണേണ്. 8:30 വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സീനൊന്നും ഉണ്ടാകില്ല. കാരണം ഇത് വൈകിട്ടൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊരിഞ്ഞ വെയിലായിരുന്നു. പിന്നെ സാരി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കോട്ട മാതിരിയൊക്കെ ഉപയോഗിക്കാൻ തന്നെ അങ്ങനത്തെ സീനൊന്നും ഇല്ല. പൈസ കളിച്ചില്ല ഇന്ന് വേറെ കളിക്കും. നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മിടുക്കന്മാരായിട്ട് നല്ല മാർക്ക് വാങ്ങിച്ച് SNMന്റെ സ്റ്റാറുകളായിട്ട് മാറിയ ഓക്കെ ഓൾ ദ ബെസ്റ്റ്. സ്റ്റാഫ് റൂമിലാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ഓണത്തിന് ക്രിസ്മസിനൊക്കെ ചെയ്യണ മാതിരി വീഡിയോ ചെയ്യാനത്. അപ്പോൾ അതാ ഇവളാണെന്നുണ്ടെങ്കിൽ ഈ മിസ്സിൻ്റെ പിന്നെ കടിച്ച് മാറ്റാണ് കേസ്. ഇവൾക്ക് പിന്നൊക്കെ എക്സ്ട്രാ കുത്തരുന്നും പറഞ്ഞിട്ട് ഇവൾ പിന്നൊന്നും കൊണ്ടുവരാണ്ടാണ് വീട്ടിൽ വന്നിട്ടുണ്ടായത്. അങ്ങനെ എൻ്റെ നിന്ന് കുറച്ച് പിന്നടിച്ച് മാറ്റി പോരാത്തതിന് മിസ്സിൻ്റെ നിന്ന് കുറച്ച് പിന്നടിച്ച് മാറ്റി ഫുൾ പിന്ന് സെറ്റപ്പിലാണ് അവൾ നടക്കേണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കുറേ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമായിരുന്നു. ഇതൊക്കെ ഞാൻ റീൽസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ആയിരുന്നു. ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണ ക്ലാസ് റൂം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എടുക്കണമായിരുന്നു. പിന്നെ കുറേ നമ്മുടെ +1 ക്ലാസ്സിൽ പോയിരുന്നു ഗൈസ്. ഞാൻ പറയാം ഇവിടത്തെ ചേട്ടന്മാര് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ലെവൽമാര് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റോക്കറ്റ് വെച്ചു കൊടുക്കും. അതെ മെയിൻ സാധനം ഞാൻ കൂടുതലുണ്ടായില്ല കേട്ടോ. ഗൈസ് അവിടെ ഒരു കൂട്ട ഞങ്ങളുടെ ക്ലാസ് ചെക്കന്മാരുടെ ഫോട്ടോഷൂട്ടാണ്. ഇവിടെ ആയിരുന്നു വായനൊക്കെ ഞാൻ യൂട്യൂബിലോട്ട് എല്ലാവരും അറിയും. അതാണ് ഇതൊക്കെയാണ് ചെക്കന്മാര്. ഗൈസ് അങ്ങനെ ഒരു 12-11 ഇപ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. കുറച്ച് ഡീലയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കുറച്ച് പ്രൊജക്ടറിൻ്റെ കാര്യമായിട്ട്. അപ്പോൾ ഇപ്പോൾ സെറ്റായിട്ടെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ മിസ്സാരൊക്കെ വിളിച്ചിട്ട് എൻട്രിയൊക്കെ എടുക്കണം. എന്താ പുറത്ത് എൻട്രി കുട്ടിയെടുക്കുന്നതായിരിക്കും, അകത്ത് എൻട്രി ഞാൻ എടുക്കുന്നതായിരിക്കും. മിസ്സിൻ്റെ കാറ്റുള്ള ഫോണാണ്. അപ്പോൾ അതിൽ നല്ല വീഡിയോ എന്താ കൂടെ മിണ്ടാണിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് പറയാൻ അങ്ങനെ മാച്ചിങ് ആണ്.
നേരത്തെ കാണിച്ച ക്ലാസ് റൂമൊക്കെ നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ടായ ക്ലാസ് റൂമാണ്. അങ്ങനെ വീഡിയോയുടെ കാര്യത്തിൽ എന്തൊക്കെയോ തകരാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രൊജക്ടറിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് കുറേ വൈകിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാം 12 മണി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ആ മിസ്സുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും പോപ്പറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് പൊട്ടിയിട്ടുണ്ട്. എന്തായാലും പൊതുവേ സംഭവം പൊട്ടാറില്ലല്ലോ ആവശ്യത്തിനൊന്നും. പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ് ആയിരുന്നു. പിന്നെ നമ്മൾ പ്രൊജക്റ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ മണിക്കൂറോളം എഫേർട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആയിരുന്നു. സംഭവം ജസ്റ്റ് ഒരു 13 മിനിറ്റോളെങ്കിലും ഞാൻ ഏറെക്കുറെ ഒരു 10 മണിക്കൂറെങ്കിലും ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഫൈനലി വീഡിയോ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ആകുമ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം കുറേ നേരമായിട്ട് കാണിക്കാൻ പറ്റില്ല, എന്തോ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാണിച്ചപ്പോഴാണ് ഈ സമാധാനമായത്. കാരണം അത്രയ്ക്ക് എഫേർട്ടും കഷ്ടപ്പെട്ടും ഇട്ടിട്ടാണ് ആ വീഡിയോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പ്ലസ് 1 തൊട്ടുള്ള വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ മിക്സ് ആയിരുന്നു. അങ്ങനെ വീഡിയോ കണ്ട് എല്ലാവരും കൈയടിച്ചപ്പോഴാണ് ഈ സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൈയടിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പിന്നെ മിസ്സുകാരെല്ലാവരും കുറച്ച് സംസാരിക്കണൊക്കെ ആയിരുന്നു. അപ്പോൾ സംസാരിക്കണമെന്ന് വീഡിയോ ആഡാക്കിയിട്ടില്ല, കാരണം ഭയങ്കര ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ അതെല്ലാവരും ഒന്നും ആഡാക്കിയിട്ടില്ല. പിന്നെ മിസ്സുകാർക്ക് എല്ലാവർക്കും ഒരു ഹാമ്പറും പിന്നെ ഫോട്ടോ ഫ്രെയിമും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ഥിരം കുറച്ച് പേരുകളാണ് എപ്പോഴും പറയാറ്. വിനീത്, ആഷിഖ്, ഈ പേരിൽ വിളിച്ചു വെച്ചാൽ എനിക്ക് തോന്നുന്നു രാത്രി ഉറക്കത്തിൽ ഞാൻ ഈ പേര് വിളിച്ചിട്ടുണ്ടാവും. അത് വേറെ ഒന്നല്ല, പിന്നെ അഭിനവ്. എല്ലാം നമുക്കൊന്നും ആദ്യമായിട്ടുള്ള ഒരു യൂട്യൂബറും ഞങ്ങൾക്ക് വന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. അത് ഇത്ര നന്നായിട്ട് കൊണ്ടുവന്നിട്ട് അത് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വിഷമമായിരുന്നു അല്ലേ. ഒരു പ്രശ്നമില്ലാത്ത ക്ലാസ്സുകളായിരുന്നു നിങ്ങൾ. പിന്നെ രാധിക ടീച്ചറും സോണി ടീച്ചറും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോയിൽ അത് ആഡ് ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നുമല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് മാത്രമായിട്ട് ആഡ് ചെയ്യാൻ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടാകും ശരിക്കും. നല്ല മിടുക്ക കൊച്ചുങ്ങളാണ്. വേറെ എന്താ പറയുക, ഞാനിങ്ങനെ ഒന്നിങ്ങനെ പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണ്. എന്നാലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ആ ഒരു ലെവലിൽ ഉയർന്നിട്ടുണ്ട്. നമ്മുടെ 2 സെക്കൻഡ് ഇയർ ബാച്ചും നല്ല പാസീവായിരുന്നു. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത നല്ല ക്ലാസ്സുകളായിരുന്നു. പിന്നെ ജെസീന എന്നുണ്ടെങ്കിൽ ഒരു സാരി മിസ്സിനോട് കിടതാണ് കേട്ടോ. നമ്മുടെ ക്ലാസ് ടീച്ചർ സിന്ധു ടീച്ചർ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ പിന്നെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു പടം കൂടി വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും പടം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതേമാതിരി തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിസ്സുകാർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പേരിങ്ങനെ എഴുതിയിട്ടിട്ട് ടീച്ചേഴ്സിനെ കൊണ്ട് സെലക്ട് ചെയ്തിട്ട് അവരെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് എക്സാമിന് ഇവിടുത്തെ ഹിസ്റ്ററിക്ക് മാർക്ക് കുറവായിരുന്നു. പ്ലസ് 1 പരീക്ഷയ്ക്ക്. അപ്പൊ ഞാൻ ഇവിടെ അല്ലേ, നിന്നെ കുറിച്ച് ഞാൻ എന്തോരം പ്രതീക്ഷിച്ചതാ. നീ എന്താ ഹിസ്റ്ററി പഠിക്കാഞ്ഞേ, ഹിസ്റ്ററിക്ക് മാത്രം എന്താ മാർക്ക് കുറഞ്ഞത്. ഇപ്പൊ അവള് ഹിസ്റ്ററിയിലെ ടോപ്പറാ. അവളുടെ ആഴത്തിലേക്ക് വന്നു എന്നുള്ളത് അവള് പിന്നെ ഹിസ്റ്ററി ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് പിന്നെ ടീച്ചർക്ക് വാങ്ങിത്തരും. ഏറ്റവും കൂടുതൽ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും പേര് വിളിക്കുന്നത് ആഷിഖിനെ തന്നെയാണ്. പക്ഷെ നല്ല മോനാണ്, കുഴപ്പമില്ല. എന്ത് പറഞ്ഞാലും തിരിച്ചു കേൾക്കും. ഒരു ദേഷ്യമൊന്നും ഫേസിലൊന്നും കാണിക്കാറില്ല. പഠിച്ചു തുടങ്ങിയിട്ട് പഠിച്ച് നല്ല മാർക്ക് പ്ലസ് 1 ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഇവനെ ഭയങ്കര പഠിപ്പിച്ചായിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഭയങ്കര ചെയ്യുന്നു അല്ലേ. സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാളല്ലേ. അപ്പൊ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ടൈപ്പ് ആണോ. ഞാൻ മറ്റുള്ളടുത്ത് പറഞ്ഞല്ലോ ഒറ്റയ്ക്കാണ് നടക്കണം. പിറ്റേ ദിവസം ടീച്ചർ എന്നെ ഓർഡറിക്കൊണ്ടിരിക്കും. ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ മിണ്ടാണ്ടിരിക്കാനുള്ള അത് പറ്റില്ല. വായ പറഞ്ഞാൽ പിന്നെ എനിക്ക് അടയ്ക്കാന്ന് പറയുന്ന വളരെ ടാസ്ക്കാണ്. ഇസ്ലാമിന്റെ അടുത്ത് ഞാൻ എന്ത് മിണ്ടാനാണ്. പക്ഷെ കുറച്ചെങ്ങനെ തോന്നുന്നു കുറച്ച് ചീത്തായി തോന്നുന്നുണ്ട്. ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാനാണ്. എനിക്ക് തന്നെ ഒരു കൊച്ചിനെ നശിപ്പിച്ചത്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ അപ്പനാണ് ഞങ്ങളുടെ ഗാങ്ങിക്ക് വന്നത്. അവളെ ഇപ്പൊ എല്ലാവരും ചോദിക്കും ഞങ്ങളായിരുന്നു ഒരുമിച്ചുണ്ടായെന്ന് ചോദിക്കുന്നില്ല.
ഈ ഒരു വീഡിയോ എനിക്ക് എല്ലാവരും വീഡിയോ ക്ലിപ്സ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം കുറേയൊക്കെ മിസ്സിൻ്റെ ഫോണിലാണ്, പിന്നെ എനിക്ക് ചിലതൊന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും സോറി. അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പോഴത്തെ അമ്പലത്തിൻ്റെ പറമ്പിൽ വന്നേക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉത്സവത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ പന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവൾമാർക്കാണെന്നോ റീൽസ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വേണമെന്നായിരുന്നു ആദ്യം. പിന്നെ ഞാൻ വിചാരിച്ച് ലാസ്റ്റ് കോമഡി ആയപ്പോൾ എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ ഇല്ല, ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാക്കി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. സംഭവം നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കുറേ റീടേക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഫോണാണ് ചാവാറായിട്ടുണ്ടായിരുന്നു. ഒരു 10 വർഷം എന്താ ഉണ്ടായുള്ളൂ. അപ്പം എടുത്തിട്ടുണ്ടായ വീഡിയോ കേട്ടോ. നെറ്റും ആണെങ്കിൽ കിട്ടുന്നുണ്ടായില്ല. എൻ്റെ നെറ്റും ആണ് തീർന്നു പോയി. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഫെയർവെൽ പരിപാടിയും കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇവളന്മാരും റീൽസ് എടുക്കണ്ടായിരുന്നു. ഗൈസ് ഒരു വീഡിയോ എടുക്കുകയാണ്. ഗൈസ് കുറച്ച് അറ്റൻഷൻ എന്താ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാർജൊക്കെ തീരാറായിട്ടുണ്ട്. നമ്മുടെ ഫെയർവെലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? ശ്രുതി പോട്ടെ. ഫെയർവെൽ എങ്ങനെയുണ്ട് പറയ ഗൈസ്. എന്താണ് സത്യം ഗൈസ്, എന്റെ കടലായിട്ട് ആരും അടിച്ചോണ്ട് പിന്നെ നമ്മുടെ ശ്രുതിക്ക് അത് ഇവിടെ പറയും ഗൈസ് ഇടയ്ക്ക് വീഡിയോ എടുക്കണേടൊക്കെ സ്റ്റോറേജ് തീർന്നത് കാരണം ഒരു 5000-ഓളം വീഡിയോസ് ഒക്കെ പണി കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഗൈസ് ഇവർ അറ്റൻഷൻ തന്നില്ല ഗൈസ്. ഗൈസ് എനിക്ക് അറ്റൻഷൻ വേണം. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ. അങ്ങനെ നമ്മുടെ സ്കൂൾ ലൈഫും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ്. ഇനി എക്സാമിന് മാത്രമേ നമുക്ക് സ്കൂളിലും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ പറ്റത്തുള്ളത്. ഇനി നമ്മുടെ സംഭവം സ്കൂളിലേക്കുള്ള പോലെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് സ്കൂൾ ലൈഫ് മിസ് ചെയ്യണത്. ഞാൻ മുന്നൊക്കെ പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ക്ലാസ്സൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാൽ മതി എന്നായിരുന്നു. കാരണം അത്രയ്ക്കും വലിയ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ടീച്ചർമാരായിട്ട് വലിയ കണക്ഷൻ അത്രയ്ക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് ക്ലാസ്സിൽ നിന്ന് പോകണതിന് ഓർക്കുമ്പോൾ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വന്നത്. ഞാനങ്ങനെ ആദ്യമായിട്ടാണ് സ്കൂൾ ലൈഫൊക്കെ കഴിയാൻ പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ നിന്ന് പോകണമെന്ന് ആലോചിച്ചിട്ട് കാര്യമായൊക്കെ ആദ്യമായിട്ടാണ്. ഈ വീഡിയോൻ്റെ എഡിറ്റിന് മുന്നേ ₹2 ഞാൻ കരഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്കൂൾ ലൈഫൊക്കെ കഴിയാൻ പോകണം. എക്സാമിന് മാത്രമേ വരാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇതായിരിക്കും മിക്കവാറും നമ്മുടെ സ്കൂളിലെ എല്ലാവരുള്ള അവസാനത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഫെയർവെൽ അടിച്ചു വിളിച്ചെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറഞ്ഞതിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗൈസ്.